അത് തെറ്റായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം നടന്നു. ആ ഇവാക്യൂ പ്രോപ്പർട്ടി മുഴുവനും വഖഫ് പ്രോപ്പർട്ടികളായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ ഒപ്പം ഈ വഖഫ് ആണ് എന്ന് നിശ്ചയിക്കാനുള്ള അവകാശത്തിനൊരു പ്രശ്നമുണ്ട്. മുസ്ലിം നിയമങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, എഴുതപ്പെട്ട നിയമങ്ങളല്ല അതിലുള്ളത്, ഓറലാണ്, പറഞ്ഞാൽ മതി. ഇതുപോലത്തെ ഒരു ഹിപ്പോക്രാറ്റ് ലോക ചരിത്രത്തിൽ പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ ഉണ്ടായിട്ടില്ല. വഖഫ് ട്രിബ്യൂണലിൽ ആരിരുന്ന് കഴിഞ്ഞാലും വഖഫ് ട്രിബ്യൂണലിൽ പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2023 ആണ് ഇത് ഇവരുടെ ശ്രദ്ധയിൽ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരം അടക്കാൻ ചെന്നപ്പോഴേക്കും കരം എടുക്കരുത്, ഇത് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് വാർത്ത കാട്ടുതീ പോലെ വരുന്നു. ഈ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം മുനമ്പം കേന്ദ്രീകരിച്ച് ഈ വഖഫ് എന്ന് പറയുന്നത്, ഈ സാധാരണക്കാരൊക്കെ ഈ വഖഫ് എന്ന് കേൾക്കുന്നല്ലാതെ എന്താണ് വഖഫ് എന്നോ അതിൻ്റെ പിന്നിൽ എന്താണെന്നോ കൃത്യമായിട്ട് ആർക്കും അറിയില്ല. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് ഉമർ ഖലീഫ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആദ്യത്തെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവാണ് ഉമർ ഖലീഫ. അപ്പോൾ ഇദ്ദേഹം പ്രവാചകന് ശേഷം വരുന്നതാണ്. അപ്പം ഇദ്ദേഹം ഒരു തുണ്ട് ഭൂമി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് പ്രവാചകൻ ഇദ്ദേഹത്തോട് പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്ന കാര്യം, ഭൂമി എനിക്ക് തരണ്ട, നീ ഈ ഭൂമി അല്ലാഹുവിന് സമർപ്പിക്കണം. അല്ലാഹുവിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് എടുക്കാൻ പറ്റില്ല. കാരണം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ സമ്മതം കിട്ടണം. അല്ലാഹുവിൻ്റെ സമ്മതം കിട്ടാൻ ഒരു മാർഗവുമില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ, അല്ലാഹുവിനെ ആരും കണ്ടിട്ടില്ല. അല്ലാഹു മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുകയില്ല. അല്ലാഹു സംസാരിക്കുന്നത് മാലാഖമാർ വഴിയും മാലാഖമാർ പ്രവാചകന്മാരിലൂടെയുമാണ് സന്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ വിശ്വാസം അനുസരിച്ച്. അതിൻ്റെ യുക്തിയൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട, ഞാൻ പറയണ അവരുടെ വിശ്വാസമാണ് പറയണത്. അപ്പോൾ ഖുറാൻ തന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗബ്രിയേൽ മാലാഖയ്ക്ക് അല്ലാഹു പറഞ്ഞിട്ട് ഗബ്രിയേൽ മാലാഖ മുഹമ്മദിനോട് പറഞ്ഞു, ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചിട്ട് മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണ്, ഇനി പ്രവാചകൻ വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ അല്ലാഹുവിൻ്റെ അഭിമതം എന്താണെന്നറിയാൻ ഒരു മാർഗവും ഇല്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഒരു മാർഗവുമില്ല. അപ്പോഴെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇത് സമർപ്പിക്കുന്നത് എന്നേക്കുമായിട്ടാണ്. അപ്പോൾ ഒരിക്കൽ വഖഫായ ഒരു വസ്തു വഖഫല്ല എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹുവിനല്ലാതെ വേറെ ലോകത്താർക്കും അധികാരമില്ല. ഇതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ഭൂമിക. അങ്ങനെയാണ് അത് വരുന്നത്. പക്ഷേ ഇതങ്ങനെ കാര്യമായിട്ടൊന്നും ആരും എടുത്തിട്ടില്ല. കുറേ പേരൊക്കെ ചിലത് വഖഫൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ, അല്ലാതെ വേറൊന്നുമില്ല. ഇന്ത്യയിൽ വഖഫിൻ്റെ ഇത് തുടങ്ങുന്നത്, സത്യത്തിൽ വഖഫ് നിയമം വരുന്നത് 1954 അതിനു മുൻപൊരു നിയമമുണ്ട് 1913. അത് മുസ്ലിം പ്രോപ്പർട്ടി വാലിഡേഷൻ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. തർക്കം കോടതി പോയി. അവസാനം ബ്രിട്ടീഷുകാരുടെ കോടതി പ്രീവി കൗൺസിലിലെത്തി. അവർ സ്വാഭാവികമായിട്ടൊരു വിധി വരുമ്പോൾ ഒരാൾക്കെതിരും വേറൊരാൾക്ക് അനുകൂലവും ഇരിക്കും. ആ വിധി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ അനുകൂലം ആയിട്ടുള്ളവർ വീണ്ടും ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കപ്പെടുന്നതിനൊരു നിയമം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 6 ക്ലോസുള്ള ഒരു നിയമം ഉണ്ടാക്കിയാണ്. 6 ക്ലോസ് അതിനകത്തുള്ളൂ. അതാണ് ഈ മുസ്ലിം പ്രോപ്പർട്ടി വാലിഡേഷൻ ആക്ട്. അതിനകത്ത് വഖഫില്ല. വഖഫ് കടന്നു വരുന്നത് 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോഴാണ്. ഒരു സംശയം, ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം പ്രൊട്ടക്ഷൻ ആക്ട് അത് ചേഞ്ച് ചെയ്തിട്ട് വരുന്നതാണ്? അല്ല. അത് ഇതിനകത്ത് യാതൊരു അത് പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. ഏത്?
മുസ്ലിം ടു മുസ്ലിം ഇത് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അവിടെ തർക്കം വന്നത് മുസ്ലിം അമുസ്ലിങ്ങളായിട്ടായിരുന്നില്ല. രണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് വന്നപ്പോൾ അതൊരു മുസ്ലിമിനെതിരാവുകയും അത് മൊത്തത്തിൽ ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം പ്രോപ്പർട്ടികളെ മുസ്ലിങ്ങൾക്ക് തമ്മിലുള്ള പ്രോപ്പർട്ടി ഇടപാടുകളെ ബാധിക്കുകയും ചെയ്യും എന്ന് വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു നിയമമാണത്. അല്ല, അതൊക്കെ പോയില്ലേ. 1913 അതിനൊക്കെ ഇപ്പോൾ എന്ത് പ്രസക്തി? 54 നമ്മുടെ 56 ഭരണഘടന വന്നപ്പോഴേക്കും അതൊക്കെ പോയില്ലേ. 47 ശേഷം 56 ഭരണഘടന വന്നപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ 54 ഇന്ത്യൻ വഖഫ് ആക്ട് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമം ശരീഅത്ത് നിയമപ്രകാരം നിയന്ത്രിതമാണ് എന്ന് അതിൻ്റെ ആമുഖത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് അതിനകത്ത് നോക്കേണ്ട കാര്യം. ഈ നിയമം ശരീഅത്ത് നിയമപ്രകാരം നിയന്ത്രിതമാണ്. മുസ്ലിം ലോയാണ് അതിന് ബാധകം. മുസ്ലിം ലോ ഏതാണ്? ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമത്തെ നിയന്ത്രിക്കുന്നത് ഭരണഘടനയല്ല, അല്ലാഹുവിൻ്റെ തിരുവചനങ്ങളാണ്. ഭരണഘടനക്കകത്തൊരു റോളുമില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ വഖഫായ ഭൂമി എന്നേക്കും വഖഫാണ് എന്നും ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? വഖഫ് ബോർഡിനാണ്. ആ വഖഫ് ബോർഡ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? വഖഫ് ബോർഡ് ഇത് ഒരു മുത്തവല്ലി എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. സർവാധികാര്യക്കാരൻ എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ പേരാണ് ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ സർവാധികാര്യക്കാരനാണ് മുത്തവല്ലി. അപ്പം മുത്തവല്ലി പറയും, ഈ ബോർഡ് തീരുമാനിക്കും, സെക്രട്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മുത്തവല്ലി ഡിക്ലെയർ ചെയ്യും, ഈ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് വഖഫാണ്. പിന്നെ അത് ഒന്നും ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. എന്ത് പർപ്പസിനാണോ കൊടുത്തേക്കണം ആ പർപ്പസിന് ഉപയോഗിക്കാനല്ലാതെ ആ പർപ്പസിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് ഒരാൾക്കും അധികാരമില്ല. ആണ് അതിൻ്റെ രീതി. അപ്പോൾ ഇത് വന്നിട്ട് ഇത് വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോയിരുന്നു. പക്ഷേ മുസ്ലിങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങനെ വഖഫൊന്നും കൊടുക്കാറില്ല. നിങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ വഖഫ് കൊടുത്തായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രോപ്പർട്ടി ഉള്ള ആരും അത് വഖഫൊന്നും കൊടുക്കാറില്ല. എല്ലാവരും അത് അവരവരുടെ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പാർട്ടീഷന് ശേഷം എന്ത് വെച്ചാൽ ഇവാക്യൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ഇവാക്യൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവരുടെ പ്രോപ്പർട്ടി മുഴുവൻ പാകിസ്ഥാനിൽ ഉപേക്ഷിച്ചു. ആ പ്രോപ്പർട്ടി മുഴുവൻ പാകിസ്ഥാൻ ഗവൺമെൻറ് ഏറ്റെടുത്ത്, എന്നിട്ട് അവർക്ക് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്തു. ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പോയപ്പോൾ വന്ന പ്രോപ്പർട്ടി ഉണ്ട്, അതിനാണ് ഈ വാക്യൂ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒഴിച്ചു പോയവരുടെ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി വഖഫിന് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഈ വഖഫിന് ഇത്രയും ലാൻഡൊക്കെ വരാനുള്ള കാരണം. അത് തെറ്റാണ് തീരുമാനം. കാരണം രണ്ട് പേര് തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കക്ഷികൾ പിരിഞ്ഞു പോവുകയുമ്പോൾ അവരെന്ത് ചെയ്തു അതുപോലത്തെ ഒരു കോമ്പൻസേഷൻ ഇവിടെ കൊടുക്കണ്ടേ? അതായത് അവിടെ നിന്ന് വന്ന ഹിന്ദുക്കൾക്ക് താമസിക്കാൻ ഇടം കൊടുക്കാതെ അവരെ റെഫ്യൂജി ക്യാമ്പിൽ ഇട്ടിട്ടാണ് ഈ പ്രോപ്പർട്ടി വാക്യൂ പ്രോപ്പർട്ടി എന്ന നിലക്ക് കൊടുത്തത്. അത് തെറ്റായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം നടന്നു. ആ വാക്യൂ പ്രോപ്പർട്ടി മുഴുവനും വഖഫ് പ്രോപ്പർട്ടികളായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ ഒപ്പം ഈ വഖഫ് ആണ് എന്ന് നിശ്ചയിക്കാനുള്ള അവകാശത്തിനൊരു പ്രശ്നമുണ്ട്. മുസ്ലിം നിയമങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, എഴുതപ്പെട്ട നിയമങ്ങളല്ല അതിലുള്ളത്, ഓറലാണ്, പറഞ്ഞാൽ മതി. ഇപ്പം മുത്തലാഖ് നമ്മൾ മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കുകയില്ലല്ലോ. തലാഖ് 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 എന്ന് പറയുകയും ഞാനങ്ങനെ പറയുകയും നിങ്ങൾ ഇയാളും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മുത്തലാഖായി. ഇവിടെയും അതുതന്നെയാണ് അവസ്ഥ. ഈ പ്രോപ്പർട്ടി വഖഫ് ചെയ്തു എന്ന് ഞാൻ പറയുകയും നിങ്ങൾ കേട്ടു, രണ്ട് സാക്ഷികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായി. കാരണം രണ്ട് സാക്ഷികൾ മതി, ഓറലാണ് കാര്യം. അപ്പോൾ അങ്ങനെ വന്ന് വഖഫ് പ്രോപ്പർട്ടികൾ വന്നു. അപ്പോൾ വഖഫിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാലോ, ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിനാണ് അതിനധികാരം. വഖഫ് ട്രിബ്യൂണലിൽ ആരിരുന്ന് കഴിഞ്ഞാലും
വഖഫ് ട്രിബ്യൂണലിൽ പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പറയുന്നില്ലേ, വഖഫ് ട്രിബ്യൂണലിൽ മറ്റേ എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നിയമജ്ഞൻ, ഒരു വക്കീൽ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, വഖഫ് ട്രിബ്യൂണലിൽ നാനാജാതി മതസ്ഥരും ആര് വന്നിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പോയി ഒരു ജഡ്ജായിട്ടിരുന്നാലും വിധിക്കുമ്പോൾ എന്ത് വെച്ചാൽ വിധിക്കാൻ പറ്റുള്ളൂ? ഭരണഘടനയും ICPR-ഉം പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും IPC-യും വെച്ചിട്ടല്ലേ വിധിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ വിധിക്കാൻ പറ്റുമോ? ആ രീതിയിൽ അവിടെ ആര് പോയി ഇരുന്ന് കഴിഞ്ഞാലും ആ ഇരിക്കുന്ന ആൾക്ക് എന്തേ ചെയ്യാനേ പറ്റുള്ളൂ? വഖഫിൻ്റെ കാര്യങ്ങളിൽ മുസ്ലിം ശരീഅത്ത് നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റൂ. ആ ശരീഅത്ത് നിയമം അനുസരിച്ച് എന്താണ് ശരി തെറ്റുകളെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഈ വഖഫ് ട്രിബ്യൂണലിലുണ്ട്. അവർ കൊടുക്കുന്ന കാര്യം ഇയാൾ അതിനകത്ത് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് വഖഫ് ചെയ്ത്, അപ്പോൾ എൻ്റെ മക്കൾ പറയണത് വഖഫ് ചെയ്തിട്ടില്ല എന്ന്, അവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ പോകേണ്ടത് ആരുടെ മുമ്പിലാണ്? ട്രിബ്യൂണലിന് മുമ്പിൽ. ട്രിബ്യൂണലിലിരിക്കുന്ന ആരാണ്? വഖഫിൻ്റെ ആൾക്കാർ തന്നെ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നീതി കിട്ടില്ല. ഇതായിരുന്നൊരവസ്ഥ. അപ്പോൾ ഇതിനെ മുസ്ലിങ്ങൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെ പ്രശ്നമുണ്ട്. ഇപ്പം മലപ്പുറം എടുക്കുകയാണെങ്കിൽ, മലപ്പുറത്ത് വഖഫ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന വിഭാഗം ആരാണെന്നറിയാമോ? മുസ്ലിം. കാരണം അവിടെ മുസ്ലിങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. ഇത് ഒരു മതപ്രശ്നമാണ്. പക്ഷെ ആ മതം മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അപകടം വരുന്നത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1995 അന്ന് ആരാണ് ഗവൺമെൻറ് എന്നറിയാമോ? PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ്. PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ന്യൂനപക്ഷ ഗവൺമെൻറ്റായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. അങ്ങനെയാണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് MP-മാരെ വില കൊടുത്തു വാങ്ങിച്ചു എന്ന ആക്ഷേപം വരികയും കെട്ടുകണക്കിന് നോട്ട് കെട്ടുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്ത വലിയ സംഭവം നടന്നതാണ്. ഒരു അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അത് ജയിക്കുന്നതിന് വേണ്ടി MP-മാരെ കാശ് കൊടുത്ത് വാങ്ങിച്ചു. അത് സത്യമായിരുന്നു. ആ കാശ് കൊടുത്ത് വാങ്ങിച്ച് MP-മാരെ വെച്ചു എന്നുള്ളത് സത്യം ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ കാലത്ത് മുസ്ലിം MP-മാരെല്ലാം കൂടി സ്വാധീനം ചെലുത്തിയിട്ട് 2 ഭേദഗതികൾ ഇതിനകത്ത് വരുത്തി. അതൊന്നെന്താണെന്ന് വെച്ചാൽ, വഖഫ് ചെയ്ത ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണെന്നറിയാമോ? വഖഫ് ബോർഡിന് കൊടുക്കുകയും ആ വഖഫ് ബോർഡിന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വിശ്വസിക്കാൻ ആവശ്യമായ കാരണങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് വഖഫാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഭൂമി ഞാൻ കൊടുക്കുന്നത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഭൂമി ഞാൻ കൊടുത്തോ ഇല്ലയെന്നുള്ളതല്ല, അത് വഖഫാണെന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡ്. എങ്ങനെ തീരുമാനിക്കണം? വഖഫ് ബോർഡ് തീരുമാനിക്കേണ്ടത് ഇത് വഖഫിൻ്റേതാണ് എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ കാരണങ്ങളുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഇത് ഡിക്ലെയർ ചെയ്യാം. രണ്ടാമതൊരു നിയമം കൂടി അതിനകത്ത് കൊണ്ടുവന്നു. അതെന്താണെന്നറിയാമോ? പ്രോപ്പർട്ടി ബൈ യൂസ്. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല, നിങ്ങളുടേതല്ല പ്രോപ്പർട്ടി, പക്ഷേ ഈ വസ്തു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വീടും ഈ പറമ്പും ഇത് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നു. നിങ്ങളൊരു മുസ്ലിമാണ്, 5 കൊല്ലമായിട്ട് നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. ഈ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഇവർക്ക് ഇപ്പോൾ അമ്പലം പോലുള്ള ഒരു നിശ്ചിത പ്ലേസ് ഇല്ല പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സ്ഥലമില്ല. പള്ളി ഒരു വിശുദ്ധ വസ്തുവുമല്ല. പ്രയറിന് ആളുകൾക്ക് ഒത്തുകൂടാനുള്ള എവിടെയും നിങ്ങൾക്ക് ഒത്തുകൂടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ പറയണേ, ആ രാധാകൃഷ്ണൻ മാഷയുടെ പറമ്പിൽ ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ ഒത്തുകൂടി കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇസ്ലാമികമായ പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് നിങ്ങൾക്ക് വഖഫ് ചെയ്യാം.
അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീട് കിട്ടാത്ത ഇപ്പം കിട്ടാതെ വരുന്നതിൻ്റെ കാരണം അതാണ്. എക്സാക്ട്ലി യു പോയിൻറ്റഡ് ഔട്ട് ഇറ്റ്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ്. ഇത് ആര് കൊണ്ടുവന്നാണ്? നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അമെൻമെൻറ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2013 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു ഈ നിയമത്തിൽ. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന നിയമത്തിൽ അമെൻമെൻറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? ഒരു പ്രോപ്പർട്ടി വഖഫ് ബോർഡ് ഈ പറഞ്ഞ രീതിയിൽ വഖഫാണെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളറിയുന്നില്ല. പക്ഷെ ആ പ്രഖ്യാപിക്കപ്പെട്ട ആ നിമിഷം മുതൽ നിങ്ങൾ അറിയപ്പെടുന്നത് എൻക്രോച്ചർ എന്നാണ്. കയ്യേറ്റക്കാരനാണ് നിങ്ങൾ. അപ്പോൾ കയ്യേറ്റക്കാരനായി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ പിടിച്ച് ജയിലിലിട്ട് 3 വർഷം കഠിനാടവിന് ശിക്ഷിക്കാം. അതുമാത്രം മതിയോ? പോരാ. എത്ര കാലമാണോ നിങ്ങളിത് എൻക്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും കാലത്തെ നഷ്ടപരിഹാരം നിങ്ങളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? കോർട്ടിൽ പോകാൻ പറ്റില്ല. കാരണം ട്രിബ്യൂണലിലേ പോകാൻ പറ്റുള്ളൂ. അതും ട്രിബ്യൂണലിലേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമം. മനസ്സിലായല്ലോ? സംശയം വല്ലതും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇതാണ് ഇപ്പം നിലവിലുള്ള വഖഫ് നിയമം. ഇനി നമുക്ക് മുൻപത്തേക്ക് വരാം. 904 ഒരു ശ്രീമൂലം മഹാരാജാവ്. അപ്പോൾ അതിനു മുമ്പ് ഈ കൊച്ചിയിലെ ഒരു ചരിത്രം കൂടി ഒന്ന് അറിയണം. കൊച്ചിയിൽ വൈപ്പിനടക്കമുള്ള ഒരുപാട് ദ്വീപുകളുണ്ടല്ലോ. വൈപ്പിൻ, പല്ലാർവാടം, മുളവുകാട്, ചേന്നൂർ, കോതാട്, പിന്നെ അങ്ങോട്ട് വരാപ്പുഴ, ഇങ്ങനെ കൊടുക്കുന്ന ദ്വീപുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് എല്ലായിടത്തും. ഇതെല്ലാം 1499 ഒരു വെള്ളപ്പൊക്കത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. വെള്ളപ്പൊക്കമല്ല, പ്രളയം. അപ്പോൾ അന്ന് ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പ്രളയത്തെക്കുറിച്ച് ഈ 1499 ഈ പ്രളയത്തെക്കുറിച്ച് CV രാമപിള്ളയുടെ ധർമ്മരാജയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിവരണമുണ്ട് എങ്ങനെയാണ് ഈ പ്രളയം വന്നതെന്ന്. മലകൾ ഒലിച്ചു പോയിട്ട് വന്നിട്ട് ഈ മലകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ തുരുത്തുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് വെള്ളം പറ്റി തുരുത്തുകളായി. അപ്പോൾ ഒരു തുരുത്ത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏക്കൽ അടിഞ്ഞ് അത് വലുതായി വരും. അങ്ങനെ ഇവിടെയൊക്കെ കുറേ തുരുത്തുകൾ രൂപപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 904 ഇത് ഒരു സത്താർ സെട്ട്, കച്ചിൽ നിന്ന് വന്ന് കൊച്ചിയിൽ താമസമാക്കിയ സത്താർ സെട്ട്, കച്ചിൽ നിന്ന് വന്ന് കൊച്ചിയിൽ താമസമാക്കിയ സത്താർ സെട്ട് ഇത് ഇയാൾക്ക് പാട്ടത്തിന് കൊടുത്തു. അവിടെ പോയിട്ട് കൃഷി ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴും ഈ സത്താറിൻ്റെ പേരിൽ ഒരു തുരുത്തുണ്ടറിയാമോ? സത്താർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോകില്ലേ? ഇവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുമ്പോൾ നമ്മൾ മറ്റേ ഇത് മൂത്തകുന്നം കഴിഞ്ഞ് ആ പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സൈഡിൽ കുറച്ച് തുരുത്തുകൾ കാണും. അതിലൊരു തുരുത്തിൻ്റെ പേര് സത്താർ ഐലൻഡ് എന്നാണ്. സത്താർ ഐലൻഡാണ് ഇപ്പോഴും അതിൻ്റെ പേര്. ഞാനത് മനസ്സിലാക്കിയാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാബു സത്താർന്ന എന്തോ പറഞ്ഞിട്ട് അയാളുടെ പേര് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു നടനൊരു അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ടർ അവാർഡ് നാടകത്തിന്. അയാൾക്ക് ഈ അനുമോദനം കൊടുക്കുന്ന ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് ഈ സത്താറെന്ന് വന്നപ്പോൾ താൻ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. അല്ല സാറേ, ഞാൻ ഹിന്ദുവാണ്. ഞാൻ പിന്നെ സത്താർ എങ്ങനെയാണ്? അത് ഞങ്ങളുടെ തുരുത്തിൻ്റെ പേരാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു തുരുത്തുണ്ടെന്നറിയുന്നത്, സത്താർ ഐലൻഡ്. ആ സത്താർ സെട്ടാണ് ഈ പറഞ്ഞ സെട്ട്. ഇദ്ദേഹത്തിന് ഇത് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ കാലശേഷം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഇദ്ദേഹത്തിൻ്റെ അനന്തര കുടുംബക്കാരനായ ഒരു സിദ്ദിഖ് സേട്ടിന് കൊടുത്തു.
അത് 1900 പാട്ടത്തിന് കൃഷി ചെയ്യാൻ വേണ്ടിയല്ലേ? കൃഷി, ആ തെങ്ങ് കൃഷിയും ചെമ്മീൻ കൃഷിയും, ഇത് രണ്ടും മത്സ്യകൃഷിയും തെങ്ങ് കൃഷിയുമാണ്. പിന്നെ ഈ അല്ലാതെ ഇവിടെ ഈ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞ സാധനമുണ്ട്, പൊക്കാളി കൃഷിയുണ്ട്. ഇത് രണ്ടും ഇത് 3 കാര്യത്തിലാണ് കൊടുത്തിരുന്നത്. പക്ഷേ 50-ലായി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ കൈമാറ്റം ലീഗലി കറക്റ്റാണോ എന്നറിയില്ല. കാരണം പാട്ടഭൂമി വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജന്മിയുടെ സമ്മതം വേണം. 54-ൽ ജന്മിയില്ല, രാജാവില്ല. അപ്പോൾ ആര് സമ്മതം കൊടുത്തു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അത് പോയിക്കോട്ടെ, അത് ലീഗൽ ഇഷ്യൂ ആണത്. അങ്ങനെ ഒരു ഇഷ്യൂ അതിനകത്തുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സത്താർ സെട്ട് ഇത് വഖഫ് ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ഒരു വിശ്വാസം. വഖഫ് ചെയ്താരാണ്? സത്താർ സെട്ട്. ചെയ്തിരിക്കുന്ന ഭൂമി ഏതാണ്? രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി. അപ്പോൾ ഈ വഖഫ് ചെയ്യുന്നതിന് മതത്തിൻ്റെ നിയമം എന്താണെന്നറിയാമോ? നിങ്ങൾ ഹലാലായി സ്വീകരിച്ച ആർജിച്ച വസ്തു മാത്രമേ ദൈവത്തിന് സമർപ്പിക്കാൻ പാടുള്ളൂ. ഹറാമായത് പറ്റില്ല. ഹലാലായത് എങ്ങനെയാണ്? നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കണം. ആരാൻ്റെ ഭൂമി കവർന്നെടുത്തിട്ട് ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അതങ്ങനെ ചെയ്യാനും പാടില്ല. അപ്പോൾ ഒരു മതപരമായിട്ടൊരു ചോദ്യം വരുന്നത് ഈ ഭൂമി ഹലാലാണോ അല്ലയോ എന്നുള്ളതാണ്. സിദ്ദിഖ് സേട്ടിന് തീറാധാരപ്രകാരം സിദ്ധിക്കാത്തിടത്തോളം കാലം ഈ ഭൂമി എന്താണ്? പാട്ടഭൂമിയാണ്. പാട്ടഭൂമി കൊടുക്കുന്നത് തെറ്റാണ്. കാരണം വേറൊരുത്തൻ്റെ ഭൂമി കൊടുക്കുകയാണ്. അന്നാണെങ്കിൽ 1995-ൽ വന്ന ഈ നിയമ ഭേദഗതി വന്നിട്ടില്ല. 54-ലെ ആക്റ്റും വന്നിട്ടില്ല. ഇപ്പോൾ 95-ന് ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ബൈ യൂസ് ഉപയോഗിച്ചിട്ട് കൊടുത്തെന്ന് പറയാം. പക്ഷെ അന്ന് പ്രോപ്പർട്ടി ബൈ യൂസ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അന്ന് ആ നിയമമില്ലല്ലോ. അന്നങ്ങനെ ഒരു നിയമമില്ല. അപ്പോഴിത് വന്നു കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നടക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലാണ് ഫറൂഖ് കോളേജ് ഇതിനകത്ത് കടന്നു വരുന്നത്. ഫറൂഖ് കോളേജ് കടന്നു വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സിദ്ദിഖ് സേട്ട് ഇവർക്ക് ഈ ഭൂമി കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി ക്രയവിക്രയ അവകാശത്തോടുകൂടി കൊടുത്തു എന്നാണ് പറയണത്. ശ്രദ്ധിക്കണം, കോളേജിന് വേണ്ടിയിട്ട് മുനമ്പത്തെ ഭൂമി. ഫറൂഖ് കോളേജ് എവിടെയാണ്? കോഴിക്കോട് കിടക്കുന്ന ഫറൂഖ് കോളേജിന് മുനമ്പത്ത് കിടക്കുന്ന ഒരു തുണ്ട് ഭൂമി ആ കോളേജിൻ്റെ ഉപകാരത്തിന് വേണ്ടി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോളേജ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അതെങ്ങനെ കൊടുത്തു എന്ന്? ക്രയവിക്രയം. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്താണ് ആ കോൺട്രഡിക്ഷൻ? ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമി എന്നേക്കും വഖഫാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ക്രയവിക്രയ അധികാരം കൊടുക്കാൻ പറ്റുമോ അതിനകത്ത്? പിന്തുടർച്ച അവകാശം പോലും ഇല്ല ഭൂമിയിൽ. ക്രയവിക്രയ അവകാശവും ഇല്ല, പിന്തുടർച്ച അവകാശവും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ പറ്റും? അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവരെന്ത് ചെയ്ത്? ആരെ? ഫറൂഖ് കോളേജ് 2 വക്കീലന്മാരെ, എറണാകുളത്തുള്ള 2 വക്കീലന്മാരെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഇവരവിടെ താമസിക്കുന്നുണ്ട്, മുനമ്പത്തുകാർ. കാരണം ഈ മുനമ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിലും കിഴക്ക് ഭാഗത്ത് കായലുമാണ്. കഷ്ടി ഒരു 1/2 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററാണ് വീതി. ആ ഭൂമിയിൽ മത്സ്യത്തൊഴിലാളിക്കല്ലാതെ വേറൊരാൾക്കും അവിടെ താമസിക്കാനും പറ്റില്ല. കാരണം അവർക്ക് മാത്രം അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അല്ലാത്തൊരാളെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവൻ ചത്തുപോകും. കാരണം അവനത് അറിയില്ല, കടലും കായലും അവനറിയില്ല. അവരവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ചിരുന്നവരെല്ലാം പിന്നീട് കൺവേർട്ട് ചെയ്യപ്പെട്ടും അല്ലാതെയും ക്രിസ്ത്യാനികളായി, ലത്തീൻ കത്തോലിക്കരായി. അപ്പോൾ ലത്തീൻ കത്തോലിക്കരാണ് അവിടെ താമസിക്കുന്നവർ. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ഈ വക്കീലന്മാർ വഴി കാശ് കൊടുത്ത് ഈ ഭൂമി സ്വന്തമാക്കി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ അവർ വീടും വെച്ച് താമസിക്കുന്നു. ഏത് രജിസ്ട്രേഷൻ നടന്നേക്കണ? ഒന്നുകിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള കാര്യം ഇവർ മറച്ചു വച്ചിട്ടുണ്ട്. ആരെ?
ഫറൂഖ് കോളേജുകാർ. അല്ലെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള ഒരു രേഖയും വഖഫിലും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല രജിസ്ട്രേഷൻ ഓഫീസിലും കാണില്ല. ഈ 2 ചാൻസസേ ഉള്ളൂ. എന്തായാലും ശരിയാണ്, ലക്ഷക്കണക്കിന് 400 ചില്ലാനം ഏക്കറല്ലേ ഭൂമി, അത് വിറ്റ് ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് അവർ പോയിട്ടും കൊല്ലം 30 കഴിഞ്ഞു. ഈ 30 കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് അച്യുതാനന്ദൻ്റെ റോള് വരുന്നത്. അച്യുതാനന്ദൻ സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇവർ പറയണ. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമല്ല, കമ്മ്യൂണിസ്റ്റോ ഇഷ്ടമല്ല, അച്യുതാനന്ദൻ ഒട്ടും ഇഷ്ടമല്ല, അത് വേറെ പ്രശ്നം. പക്ഷെ എന്നാലും ഒരു കാര്യമുള്ളത്, അച്യുതാനന്ദൻ അതൊന്നും ചെയ്തിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ഭൂമി അടിച്ചു മാറ്റി വിൽക്കുക എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡുകാരുടെ ഒരു സ്ഥിരം വിനോദമായിരുന്നു. ദേവസ്വം സ്വത്ത് കട്ടെടുക്കില്ല, അതുപോലെ തന്നെ ഇതും കട്ടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇവർ 2 കൂട്ടരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വഖഫ് ഭൂമി വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയും അന്യാധീനപ്പെടുകയും ചെയ്യുന്നു എന്ന് വലിയ വ്യാപകമായ ഒരു ആക്ഷേപം വന്ന സമയത്ത് അച്യുതാനന്ദൻ എന്ത് പറയുന്നത് വെച്ചാൽ, ശരി എന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ സത്യാവസ്ഥ ഫാക്ട് ഫൈൻഡിങ് നടത്താൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചു. അതാണ് നിസാർ കമ്മീഷൻ. നിസാർ കമ്മീഷൻ അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന സകല വഖഫ് പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കണക്കെടുത്ത് അതിൻ്റെ രജിസ്ട്രിയിലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും മുനമ്പം ഭൂമി പ്രത്യക്ഷത്തിൽ വന്ന്. മുനമ്പം ഭൂമി വഖഫാണെന്ന് വഖഫിൻ്റെ ഇതിൽ കിടക്കുന്നു, വിറ്റിരിക്കുന്നു. അപ്പോൾ ദുരുപയോഗം കൃത്യമാണ്. എന്നിട്ട് നിസാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് വഖഫ് ബോർഡിന് തീരുമാനമെടുക്കാനായിട്ട് വിട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചു. കൃത്യമാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. അന്നത്തെ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണെന്നറിയാമോ? റഷീദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട്ട്. ഈ വഖഫ് ബോർഡിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും വഖഫ് ബോർഡ് എന്നും മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ്. കാരണം മുസ്ലിം സംഘടനകളെ റെപ്രസെൻ്റ് ചെയ്ത്, മുസ്ലിം മൊല്ലാക്കമാരെ റെപ്രസെൻ്റ് ചെയ്ത്, മതപണ്ഡിതന്മാരെ റെപ്രസെൻ്റ് ചെയ്തൊക്കെ ആളുകളുണ്ട്. ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് സെക്ട് അതിനകത്തുള്ളത് ആരാണ്? മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ഇവരുടെ ആൾക്കാരാണ് വരിക. ഇപ്പോഴും എപ്പോഴും ഒരു 6 പേര് ഇവരുടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെയാണ്, പക്ഷേ ചെയർമാൻ ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കും. പക്ഷേ തീരുമാനം എടുക്കുന്നത് മുഴുവനും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അവരെ എടുക്കുകയുള്ളൂ. ചെയർമാൻ ഒരു ഫിഗർ ഹെഡായിട്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ രാജിവെച്ച് പോകാം. പക്ഷേ ഒരു ചെയർമാനും ഇന്നുവരെ രാജിവെച്ച് പോന്നിട്ടില്ല, എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ അന്നത്തെ ചെയർമാൻ ഈ റാഷിദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട്ട്, അദ്ദേഹം 2019 എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഈ 19 മുനമ്പം ഇല്ല അവർ 2019 ശേഷവും ഇവരവിടെ കരകടക്കുന്നില്ലേ? ഉവ്വ കേക്ക് അതിലേക്ക് വരുന്നു. ഇവരറിയുന്നില്ല ഈ വിവരം. ഈ വഖഫ് ബോർഡിൽ ഇരുന്നിട്ടില്ലേ വഖഫാണെന്ന് പറഞ്ഞിരിക്കണ. ഈ മുനമ്പത്തുകാരറിയുന്നില്ല. മുനമ്പത്തുകാർ കരമൊക്കെ അടച്ച് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സർക്കാരിനറിയാലോ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. പറയട്ടോ, താനൊന്ന് വെയിറ്റ് ചെയ്ത് നിർത്തി വെക്കല്ലേ. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിൻ്റെ നാൾ വഴികളല്ലെങ്കിൽ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ KPA മജീദ് 2022 ജൂലൈ മാസത്തിൽ അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് വികാരഭരിതമായി ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു. വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടിരിക്കുന്നു, മുനമ്പം ഭൂമി വഖഫിൻ്റേതാണ്, അത് വഖഫിൻ്റേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടും മുനമ്പം ഭൂമിയിൽ നിന്ന് കരമടക്കുന്നതിനുള്ള അവകാശം സമ്പൂർണ്ണമായിട്ടും അവർക്ക് കൊടുത്തുകൊണ്ട് വഖഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഉടൻ ഇപ്പോഴത്തെ വഖഫ് മന്ത്രി അബ്ദുറഹിമാൻ ഇതുപോലെ തന്നെ വികാരഭരിതനായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 3ൻ്റെ അന്ന് റവന്യൂവിൽ നിന്ന് ഓർഡർ വന്ന് ഇനി ഇവരുടെ നിന്ന്
എന്ത് സ്വീകരിക്കരുതെന്ന്? കരം സ്വീകരിക്കരുതെന്ന്. അപ്പോഴാണ് ഇവരറിയുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്ന്. ക്ലിയറായ? എന്നിട്ടും ഇപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവർ സാധാരണ ഇതിലെന്താണ് ഈ വസ്തുവിൻ്റെയൊക്കെ കാര്യം എപ്പോഴും പോയി അടയ്ക്കില്ലല്ലോ. എനിക്കറിയാമല്ലോ. വില്ലേജ് ഓഫീസിൽ നമ്മൾ ഇത് എപ്പോഴെങ്കിലും വെള്ളം എടുത്തും പോകാനുണ്ടെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഫൈൻ അടക്കം കൊടുത്ത് തീർത്ത് ഇങ്ങോട്ട് പോരും. ചെറിയ തുകയിൽ അതിൻ്റെ ഫൈൻ അടക്കം കൊടുക്കും. ഒന്നാമത് അവിടെ ഈ ആളുണ്ടാവില്ല. പിന്നെ രണ്ടാമത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഈ ചെറിയ തുക അടക്കുക എന്ന് പറഞ്ഞാൽ 2 ദിവസം പോകും. കാരണം നമ്മൾ ആദ്യം ചെല്ലുന്ന ദിവസം വില്ലേജ് ഓഫീസർ ഉണ്ടായില്ല എവിടെ പോയി കഴിഞ്ഞാലും. രണ്ടാമത് ചെല്ലുന്ന ദിവസം നമ്മളവിടെ നിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വരുള്ളൂ. ലോകത്തെവിടെയും വില്ലേജ് ഓഫീസർമാർ ഒരുപോലെ അല്ല പെരുമാറുന്ന. അപ്പോൾ ഇവർ പലരും ശ്രദ്ധിച്ചില്ല. 2023 ആണ് ഇത് ഇവരുടെ ശ്രദ്ധയിൽ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരം അടക്കാൻ ചെന്നപ്പോഴേക്കും കരം എടുക്കരുത്, ഇത് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് വാർത്ത കാട്ടുതീ പോലെ വരുന്നു. അപ്പോഴാണ് ഇലക്ഷൻ വരുന്നത്, പാർലമെൻറ്റ് ഇലക്ഷൻ. പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ എന്നെ വിളിക്കുന്നു, എല്ലാ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളെയും മുനമ്പങ്കാർ വിളിക്കുന്നു. അപ്പോഴാണ് ഞാനിത് ഈ വഖഫ് നിയമം പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് വഖഫ് നിയമം എന്താണെന്ന് നോക്കണമല്ലോ എന്ന് കേട്ടാണ് ഇത് മുഴുവൻ ഞാൻ നോക്കിയതും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തതും. അപ്പോൾ ഞാൻ പറഞ്ഞത് എളുപ്പം തീരാൻ പോകുന്നില്ല. ഇതൊരു മതപ്രശ്നമല്ല, നിയമപ്രശ്നമാണ്. നിയമപ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സംഘടന പ്രമേയം പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ഈ നിയമപ്രശ്നത്തിന് പരിഹാരമല്ല. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സംഘടന DYFI മറ്റേ എന്താണ് ട്രംപിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ട് ഇവിടെ നിന്നൊരു പ്രമേയം അടച്ചു കൊടുക്കുന്നത് പോലെയൊക്കെയുള്ളു. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഞാൻ ജയിച്ചാലും തോറ്റാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നം നിയമപരമായിട്ട് പരിഹരിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള 90% പേരും ഹൈബിയുടെ വോട്ട് ചെയ്ത് ഹൈബിയെ വിജയിപ്പിച്ചു. അതാണിപ്പോൾ സമരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി പാർലമെൻറ്റ് അംഗമായിട്ടിരിക്കില്ല എന്നാണ് ഹൈബിയുടെ പ്രഖ്യാപനം. എല്ലാവരും ഇറക്കി വിട്ട് കഴിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവരിപ്പോൾ ആരാണ്? എൻക്രോച്ചേഴ്സാണ്. എൻക്രോച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യേറ്റക്കാരൻ. അപ്പോൾ അവർ കയ്യേറ്റക്കാരല്ലേ, ഇനി അവരെ എവിടെ ഇറക്കി വിടാനായിട്ടുള്ളത്? അവർക്ക് ആ ഭൂമി കരമടക്കാൻ കഴിയില്ല. അവർക്ക് ആ ഭൂമി അല്ല, അതല്ലെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ മക്കളുടെ കല്യാണം, പെൺമക്കളുടെ കല്യാണം വരുമ്പോൾ ഈ ഇതിൻ്റെ ആധാരം കൊണ്ട് എവിടെയെങ്കിലും ബാങ്കിൽ വെച്ച് കാശെടുത്തൊക്കെ ഇട്ട്, അല്ലാണ്ട് എല്ലാവരുടെ അടുത്തും കാശില്ലല്ലോ. കാശെടുത്തിട്ട് വേണ്ടി നടത്താനായിട്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഒരു മുൻപത്തെ ഇഷ്യൂ മാത്രമല്ല, അല്ല ചെല്ലാനുമുണ്ട്. ഈ പല സ്ഥലങ്ങളിലും വരാമല്ലോ. നമ്മളൊക്കെ ജനിച്ച് അല്ല ഇവിടെ വരാം, ഇവിടെ വരാം. ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ അവിടെ ഇരുന്നിട്ട് ഈ സ്ഥലം ഇപ്പോൾ ചിറ്റൂർ ചേരാനെല്ലൂർ താലൂക്ക് അല്ല വില്ലേജിൽ ചിറ്റൂർ പ്രദേശത്ത് ഇന്ന സ്ഥലം ഇതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണത്? അത് നിങ്ങളുടെ ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം വേണ്ടത്. എന്തായാലും ശരിയാണ്. അല്ല, രാജഭരണകാലത്ത് ഇങ്ങനെ നിയമമില്ല. പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ മാറ്റം വരാൻ വേണ്ടിയാണ് പിന്നീട് ജനാധിപത്യ രാജ്യം ഭരണഘടന. അല്ല, രാജഭരണകാലത്ത് ഇങ്ങനെ ഒരു നിയമമില്ല. കാരണം രാജഭരണകാലത്ത് അവസാന തീർപ്പ് രാജാവെങ്കിലും കൽപ്പിക്കും. ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു റിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ റിഫ്റ്റിന് തീർപ്പ് കൽപ്പിക്കുന്നത് രാജാവായിരിക്കും. ഞാൻ ഒരു സംശയം ചോദിക്കുന്നത്, ഈ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം ട്രിബ്യൂണലിൻ്റെ ആണെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയൊക്കെ ഉള്ള ഒരു സമയത്ത് പോലും ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും അല്ല, അത് പറ്റില്ല ഇതിനകത്ത്. കാരണം ആക്ട് അല്ല അങ്ങനെ എഴുതാൻ കാരണം ഇത് ശരീഅത്ത് നിയമപ്രകാരം ഉണ്ടാക്കി കൊടുത്തതാണ്. അതിന് ഉത്തരം പറയേണ്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്.
ഇതുപോലത്തെ ഒരു ഹിപ്പോക്രാറ്റ് ലോക ചരിത്രത്തിൽ പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ ഉണ്ടായിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ എന്താ പറയുന്നത്, 1927 ഇയാൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടത്ര മെച്യൂരിറ്റി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ മഹാത്മാഗാന്ധി ഇയാളാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നേരെ റഷ്യയിലേക്ക് പോയി. 27 ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയില്ലേ? അറിയില്ല. 17 റഷ്യൻ വിപ്ലവം. അതിൻ്റെ 20ാമത് വർഷമായിരുന്നു. 10ാമത്തെ വർഷം. ആ 10ാം വാർഷിക ആഘോഷത്തിൽ പോയി പുള്ളി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഈ ഹിന്ദു മുസ്ലിം മൈത്രിയിൽ വിശ്വാസമില്ല, അഹിംസയിൽ എനിക്ക് വിശ്വാസമില്ല, ഗ്രാമീണ തൊഴിൽ സംരംഭകത്വത്തിൽ എനിക്ക് വിശ്വാസമില്ല, ചർക്കയിൽ എനിക്ക് വിശ്വാസമില്ല, ഞാനൊരു സെക്കുലർ സോഷ്യലിസ്റ്റാണ്. എൻ്റെ സങ്കല്പത്തിലുള്ള സെക്കുലറിസം വന്നു കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾ അപ്രസക്തമാണ്. അതുകൊണ്ട് പിന്നെ അവിടെ ഹിന്ദു മുസ്ലിം മൈത്രിയും വേണ്ട, അതുകൊണ്ട് ഇതൊന്നും വേണ്ട. അപ്പോൾ ഗാന്ധിക്ക് എഴുതിയ കത്താണ് ദാ ഇരിക്കുന്ന ഇന്ത്യ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം, ഈ രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൽ ആ കത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, എനിക്ക് ഒരു സഖാവിനെയും സുഹൃത്തിനെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടത് ഞാൻ വളരെ വേദനയോടെ മനസ്സിലാക്കുന്നു. ഇതാണ് നെഹ്റു. ആ നെഹ്റുവാണ് ഇസ്ലാമിക മത നിയമപ്രകാരം തീരുമാനമെടുക്കണമെന്നൊരു ജനാധിപത്യ സെക്കുലർ രാജ്യത്തിരുന്ന് തീരുമാനിച്ചത്. അവിടെയാണ് ഇയാൾ കാപട്യക്കാരനാണെന്ന് പറയാൻ കാരണം. അവിടെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പാപം കിടക്കുന്നത്. അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇതിങ്ങനെ എടുത്ത് ഈ ഭൂമിയൊക്കെ എടുത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നെന്ന്? മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവലിൽ പാവേൽ എന്നാണ് എൻ്റെ നായകൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പാവേൽ. അയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് ഈ ഭൂമി എങ്ങനെ ഉണ്ടായെന്നറിയണ്ട, പക്ഷേ ഇത്ര നീതിരഹിതമായി ഇതെങ്ങനെ വിതരണം ചെയ്യപ്പെട്ടു എന്നാണ് എനിക്കറിയേണ്ടത്. വായിച്ചിട്ടില്ലല്ലേ? വായിക്കണ്ട. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെങ്കിലും അതൊക്കെ വായിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രം വായിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇത് കൊള്ളില്ല എന്ന് ബോധ്യപ്പെട്ടത്. അല്ലാതെ മറ്റേ ഇവരാരെങ്കിലും പ്രസംഗിച്ചതിൻ്റെ പേരിലോ ആരെങ്കിലും കേട്ടതിൻ്റെ പേരിലല്ലോ. ഇത് കുത്തിപ്പിടിച്ചിരുന്ന് കമ്മ്യൂണിസം, ദാസ് ക്യാപിറ്റലടക്കം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ആദ്യത്തെ പുസ്തകം മാർക്സിസവും അദ്വൈത വേദാന്തവുമായിരുന്നു. അതിൽ ഞാൻ മാർക്സിസത്തെക്കുറിച്ച് പറഞ്ഞേക്കണ ഒരു ഭാഗത്തിൽ ഒരു തെറ്റുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നേക്കണം ആരാണെന്നറിയാമോ? ആ പുസ്തകം റിവ്യൂ ചെയ്ത സാക്ഷാൽ EMS. പക്ഷേ ഞാൻ ആശയവാദി ആയതുകൊണ്ട് എല്ലാം തെറ്റാണെന്നും പറഞ്ഞു. ഇനി ഇതിനാകെ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ നിയമ അമെൻമെൻറ്റ് നടത്തണം, പാർലമെൻറ്റ് നടത്തണം. ഒറ്റ കാര്യം മതി, വേറെ ഒന്നും വേണ്ട. ഓൾ ദീസ് ഇഷ്യൂസ് ക്യാൻ ബി സെറ്റിൽഡ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ ഹെഡഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. തീർന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? മുത്തവല്ലിയുടെ വിശ്വാസം പോരാ, ഡോക്യുമെൻ്റ് കാണിക്കേണ്ടി വരും. മുത്തവല്ലി പറയാണ് എനിക്ക് വിശ്വാസം, തനിക്ക് വിശ്വാസമുണ്ട്, അതൊക്കെ സമ്മതിച്ചു, എന്താ ഡോക്യുമെൻ്റ്, തെളിവ് വേണ്ടേ? ഈ തെളിവ് നൽകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ കാപട്യം നടത്തുന്നത് ഒരു സംശയവും വേണ്ട മുസ്ലിം ലീഗും UDFുമാണ്. LDF പിണറായി വിജയൻ ഇത് വേലിക്ക് മുകളിലിരുന്ന് ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. പുള്ളി എന്താ പറയുന്നത്? ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന. ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്തൊരു ഇറസ്പോൺസിബിളായിട്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. അയാളൊരു പ്രതിപക്ഷ നേതാവല്ലേ?
പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഭരണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് വീട് കൊടുത്തിരിക്കുന്നത്, കാറ് കൊടുത്തിരിക്കുന്നത്, പേഴ്സണൽ സ്റ്റാഫിനെ കൊടുത്തിരിക്കുന്നത്, ഡ്രൈവറെ കൊടുത്തിരിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, പെർക്സ് കൊടുക്കുന്നത്. കാരണം അയാൾ ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും മുഖ്യമന്ത്രി അടക്കം ഇരുന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇത്ര ഇറസ്പോൺസിബിളായി പെരുമാറുന്നത് ഗതികേടാണ്, ഈ രാജ്യത്തിൻ്റെ ഗതികേടാണ്. എനിക്ക് തോന്നുന്നു പിണറായിയുടെ ഏറ്റവും വലിയ ഗതികേട് ഇതുപോലത്തെ ഒരു ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഒപ്പോസിഷൻ ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ആരെയൊക്കെ കെ കരുണാകരൻ തുടങ്ങി ഇങ്ങോട്ട് എത്രയോ പേരുണ്ടായിട്ടുണ്ട്. കരുണാകരൻ ഉണ്ടായിട്ടുണ്ട്, EMS ഉണ്ടായിട്ടുണ്ട്, നയനാർ പ്രതിപക്ഷ നേതാവായിരുന്നു, അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു, എത്ര പേര് പ്രതിപക്ഷ നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ്സിൽ തന്നെ എത്ര പേരുണ്ട്. ആൻ്റണിയുണ്ട്, ആൻ്റണിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ഇവരൊക്കെ പ്രതിപക്ഷ നേതാക്കളായിരുന്നില്ലേ. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിട്ടില്ല. പക്ഷേ എന്നാലും അപ്പോൾ ഇവരൊന്നും തന്നെ ഇറസ്പോൺസിബിളായിട്ടില്ല. ഇവർ സംസാരിക്കുന്ന സമയത്ത് റെസ്പോൺസിബിളായിട്ടേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈസ് ആൻ ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ ലീഡർ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി പറ്റിക്കുന്നത് മുനമ്പത്തുകാരേന്. ഇവർ പരസ്പരം പറ്റിക്കുന്നു, മുനമ്പത്തുകാരെ ഇവർ രണ്ടുപേരും കൂടി പറ്റിക്കുന്നു. കാരണം ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിയമം നിർമ്മിച്ചിട്ട് കോടതിയിൽ പോയി കോടതി തീരുമാനിക്കട്ടെ എന്ന്. ഇത്രയും കോൺട്രഡിക്ഷൻസ് ഉള്ള മുനമ്പം പ്രശ്നം, ഇത്രയും കോൺട്രഡിക്ഷൻസാണ് ഉള്ളത്. ഇത്രയേറെ കോൺട്രഡിക്ഷൻസ് ഉള്ള മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഒരാൾക്കും അതിനകത്ത് താല്പര്യമേ ഇല്ല. അവർ ഏത് സമയത്തും പോലീസിന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിടാം. കോടതിയിൽ പോയിട്ട് ജാമ്യം എടുത്ത് നിൽക്കേണ്ടി വരും. മുത്തവല്ലി മീശ വിരിച്ച് കാണിക്കുമ്പോൾ തൊഴുതു നിൽക്കേണ്ടി വരും. നിങ്ങൾ ആരാണിത്? അധ്വാനിച്ച് കാശുണ്ടാക്കി അതിന് ഭൂമി മേടിച്ച് അതിനേക്കാൾ കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവനോട് ഒരു ദിവസം വിളിച്ചിട്ട് പറയണേ ഇതൊക്കെ വഖഫിൻ്റെ ഭൂമിയാണ്, ഇറങ്ങിപ്പോടേ എന്ന് പറയണേ. എന്നിട്ടാ പറയണം ആരെയും ഇറക്കി വിടില്ല എന്ന്. ഇനി മുസ്ലിം ലീഗിൻ്റെ ചട്ടത്തരം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ മുസ്ലിം സംഘടനകളെല്ലാം കൂടി ചേർന്നിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്ന്. ഇവരാരാണ് പ്രമേയം പാസ്സാക്കാനായിട്ട് ഈ പ്രശ്നത്തിൽ? വഖഫിൻ്റെ പ്രോപ്പർട്ടി വഖഫാണെന്ന് ഇവരെല്ലാം നിശ്ചയിക്കുന്ന വഖഫ് ബോർഡാണ്. ഇവർ പ്രമേയം പാസ്സാക്കിയ വഖഫ് ബോർഡിന് ഒരിക്കൽ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വഖഫ് ബോർഡിനും അത് വഖഫ് അല്ല എന്ന് പറയാൻ അധികാരമില്ലാതിരിക്കെ പിന്നെ ആര് പറയും? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ നുണ പറയരുത്. നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പം മുനമ്പത്തുകാരുടെ പ്രശ്നം. പെരുവഴിയിലാണ്. ആ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. നിയമം പാസ്സാകും, പിന്നെ ഉറപ്പായിട്ട് പാസ്സാകും. ജൂണിൽ പാസ്സാകും. കാരണം ഇപ്പോൾ അതിൻ്റെ അറ്റാച്ച് ചെയ്യേണ്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് കിട്ടിയിരുന്നില്ല ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക്. അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് വാങ്ങിയിട്ട് ഇതിൻ്റെ എന്താണ് ഈ സെഷൻ അവസാനിക്കില്ലേ, ആ സെഷൻ ഇന്നലെ ഞാൻ അപരാജിത ആ കമ്മിറ്റിയിലുണ്ട്, അപരാജിതയെ കണ്ടിരുന്നു. അപ്പോൾ അപരാജിത പറഞ്ഞത് ആ സെക്ഷൻ അവസാനിക്കുന്ന ദിവസം ഇവർ റിപ്പോർട്ട് കൊടുക്കണം ഇനി പാർലമെൻറ്റിന്. നെക്സ്റ്റ് സെഷനിൽ വരും. നെക്സ്റ്റ് സെഷനിൽ അത് പാസ്സായി പോകും. പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഗവൺമെൻറ്റിനുണ്ടല്ലോ. ഉറപ്പായിട്ട് പാസ്സാകും. കാരണം ഇത് ഇവിടെ മാത്രമല്ലെന്ന്, എല്ലായിടത്തും ഉണ്ട്. ഏതോ പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ക്ഷേത്രം 400 ഏക്കർ വഖഫാണെന്ന്. അവൻ്റെ ഉപ്പാപ്പൻ ജനിക്കുന്നതിന് മുമ്പുള്ള ക്ഷേത്രമാണേ, അത് വഖഫാണെന്ന്. അപ്പോൾ ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ.